എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്ന് രണ്ട് അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കൂടെ എൻ്റെ സഹായി വീഗാർഡ് വോയനിക് മിക്സർ ഗ്രൈൻഡറും തയ്യാറായിരിക്കുകയാണ്. ഇതിനു വേണ്ടി നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, അതുപോലെ തന്നെ തൈര് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കോൺഫ്ലവറും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും പിന്നെ മുഴുവനെയുള്ള കുരുമുളകാണ് വേണ്ടത്, ഗരം മസാല, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം ഇല്ലേ, വലിയ ജീരകം, പിന്നെ ഒരു നാരങ്ങ, പിന്നെ നമുക്ക് ചിക്കൻ. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് വീഗാർഡിൻ്റെ വോയനിക് മിക്സർ ഗ്രൈൻഡറാണ്. അപ്പോൾ ഇതിൽ 3 ജാറുകളുണ്ട്. അപ്പം നമുക്കിതിപ്പം ഈ രണ്ടാമത്തെ ജാറിലാണ് നമുക്കിതൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാനുള്ളത്. അപ്പം ഇതിൻ്റെ ബ്ലേഡ് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്ലേഡാണ്. നല്ല ഷാർപ്പ് ആൻഡ് സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇത് സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും ഇതാ കണ്ട വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിലല്ലേ നമ്മളിത് തയ്യാറാക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ട ഉപ്പാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, സാധാരണഗതിയിൽ നമ്മൾക്ക് വലിയ പീസുള്ളതൊക്കെ സാധാരണ മിക്സിയിലാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ മുറിച്ചിട്ട് കൊടുക്കണം. ഇതാകുമ്പോൾ അങ്ങനൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പേസ്റ്റാക്കി എടുക്കാൻ പറ്റും. നല്ല സ്മൂത്ത് പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇതാണ് നമ്മൾക്ക് ഫസ്റ്റ് മാരിനേഷന് വേണ്ട പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് സ്പെഷ്യൽ മസാലക്കൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് പുളിപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ തൈര് മസാലയൊക്കെ മിക്സായ ശേഷം നമ്മൾ ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഈ മസാല വരത്തക്ക രീതിയിൽ നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ മസാല നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. അപ്പം ഞാനത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാണ്. ഈ വോയനിക് മിക്സർ ഗ്രൈൻഡറിന് 3 ജാറുകളാണ് വരുന്നത്. അപ്പം നമുക്കിനി അടുത്ത് വേണ്ടത് പൊടിക്കുന്ന ജാറാണ്. അപ്പോൾ സ്പെഷ്യൽ മസാലക്കൂട്ടിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ കണ്ട, ഇതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡാണ്. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് കിട്ടും. അപ്പം നമ്മളിത് പെരിഞ്ജീരകവും ചെറിയ ജീരകവും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റെബിലിറ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാനും സാധിക്കും. ഇത്ര സ്റ്റേബിളായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ രഹസ്യം ഡ്യുവൽ ബോൾ ബെയറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസിന് ഇത് നല്ലതാണ്. കണ്ടോ, ഇപ്പോൾ ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്കിത് തിരിക്കാൻ പറ്റും. സാധാരണ മിക്സികളൊക്കെ നമുക്ക് 1 സൈഡല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് 360 ആംഗിളിൽ നമുക്ക് തിരിച്ച് നോബ് പ്രവർത്തിപ്പിക്കാൻ പറ്റും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് തിരിച്ചും മറിച്ചുമൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഈ പൊടിച്ചിരിക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ മസാലപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു ബൗളിലേക്ക് തട്ടിക്കൊടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി. ഇപ്പം മഞ്ഞൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കി ഈ ഒരു രീതിയിൽ തന്നെ ഈ കൂട്ടത്തിൽ പൊടിച്ചെടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടി. പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് എനിക്ക് ഉണക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് പൊടികൾ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് കോൺഫ്ലവർ മസ്റ്റായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാം ആ ഒരു കറക്റ്റ്
ടേസ്റ്റ് നമുക്കിതിന് കിട്ടത്തുള്ളൂ. ഇതൊരു സ്പെഷ്യൽ ഫ്രൈ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനിലേക്ക് ഈ മസാലപ്പൊടികൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഫുള്ള മസാലപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒരു നാരങ്ങയുടെ നീര് നമുക്കിത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പം നാരങ്ങ നീരും ഇതിലേക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരുപാട് പുളിയുള്ള തൈര് ഇതിലേക്ക് ഉപയോഗിക്കരുതെന്ന്. അപ്പം ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഈ ചിക്കൻ ഫ്രൈ അടിപൊളിയാവുന്നത്. എന്നിട്ട് നമ്മളൊരു 15-20 മിനിറ്റ് മാറ്റി വെക്കണം. അതിന് ശേഷം ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ അടുപ്പത്തേക്ക് വെച്ചു. അപ്പം ആവശ്യത്തിനുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ അതൊന്ന് വറുത്തെടുക്കുന്ന വെച്ചാൽ മസാല ആയിക്കഴിഞ്ഞാൽ പിന്നെ വറുത്തെടുക്കുമ്പം ഒരു കളർ ചേഞ്ച് വരില്ലേ. പിന്നെ പച്ചമുളക് വറുത്തെടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. കാരണം ഈ പച്ചമുളക് ഒന്ന് വറവ് വന്ന ഉടൻ തന്നെ പൊട്ടും. അപ്പോൾ ആ പൊട്ടി ദേഹത്ത് തെറിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എന്നിട്ട് ഫ്രൈ ആക്കി അതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ എടുത്തതെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു സൈഡ് റെഡി ആകുമ്പോൾ അതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്താ കണ്ട നല്ല അടിപൊളി മണമാണ് വരുന്നത്. അതുപോലെ തന്നെ കളർ കണ്ട നല്ല ഒരു കളറാണ് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് ഇതുപോലെയൊന്ന് മാറ്റി കൊടുക്കണം. ഇതാ കണ്ടോ നല്ല അസൽ കളറാണ്, അടിപൊളി മണമാണ്. എന്തുകൊണ്ടും ഇതൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ തന്നെയാണ്. നല്ല കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പം ഗസ്റ്റൊക്കെ പെട്ടെന്ന് വീട്ടിൽ വരാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ ഇപ്പം എന്താ നമ്മളുടെ വി-ഗാർഡ് വോയിഡിംഗ് മിക്സർ ഗ്രൈൻഡറിൽ തയ്യാറാക്കിയെടുത്ത സ്പെഷ്യൽ മസാലക്കൂട്ട് ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ക്രിസ്പിയും സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വെറൈറ്റി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഈ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് ഉപയോഗിച്ചാണ് ഈ ഒരു ഫ്രൈ തയ്യാറാക്കിയത്. ഇപ്പം പകുതിയിൽ കൂടുതൽ ജോലി ഇവിടെ ചെയ്തത് വി-ഗാർഡിന്റെ വോയിനിക് മിക്സർ ഗ്രൈൻഡറാണ്. അപ്പം എന്തുകൊണ്ടും ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാമേ. നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു, നല്ല ക്രിസ്പിയാണ്. ഇതാ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഈ അരപ്പൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് തയ്യാറാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വി-ഗാർഡിന്റെ വോയിനിക് മിക്സർ ഗ്രൈൻഡർ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.